ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മളെ ഹനീഫ് അദനി എന്ന് പറയുന്ന മാർക്കോൻ്റെ ഡയറക്ടറിൻ്റെ മാർക്കോ പടം ഉണ്ടാക്കിയ ആളെ പുതിയൊരു പടത്തിൻ്റെ ഒരു ടീസർ വന്നിട്ട് മറ്റേ ഓൻ്റെ പേരിന് പെപ്പ എന്നാണ്. മറ്റേ ഇതിൽ RTX 11 അവൻ്റെ ഒരു പടമാണ്, കാട്ടാളെന്ന പേര്. അപ്പം ആ പടത്തിൻ്റെ ടീസർ വന്നിട്ട് ഇപ്പം ഏകദേശം എത്രയായി, 3 ആഴ്ചയായി ആ പടത്തിൻ്റെ ടീസർ വന്നിട്ട്. പക്ഷെ ഞാനിതുവരെ അത് കണ്ടുനോക്കിയിട്ടില്ല. ഫസ്റ്റ് ഗ്ലിംസ് എന്ന് പറയുന്ന 4K. ഇതിൽ മറ്റേ പാട്ടുകാരൻ ഹനാൻഷനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള, അപ്പോൾ ഓൻ്റെ എന്തെങ്കിലും സീനിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം കാട്ടാളുണ്ട് ടീസർ ഒന്ന് കണ്ടു നോക്കട്ടെ നിങ്ങളുടെ. കാരണം 1 മിനിറ്റ് ഉണ്ട്, 1 മിനിറ്റേ ഉള്ളൂ. അതേപോലെ 1 മിനിറ്റ് ആണെങ്കിലും ഒരു മിനിറ്റ് ആണെങ്കിലും അത് എടുക്കാനൊരു പണി ഉണ്ടാവല്ലോ, അത് വേറെ കാര്യം. ഇത് നമ്മളെ മറ്റേ ഹനീഫ് അദനിൻ്റെ പടമാണ്, അപ്പോൾ വയലൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, വയലൻസ് ഇല്ലാത്തൊരു പടം അയാളൊന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയാളുടെ ഫസ്റ്റ് പടം തന്നെ കൊടൂര വയലൻസാണ്. അപ്പോൾ ഇതും ഏകദേശം അങ്ങനെ തന്നെ ഒരു വയലൻസ് പടം ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പേര് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കാട്ടാളെന്ന പേര്. അപ്പോൾ എന്തായാലും ഒരു വയലൻസ് പടം തന്നെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് എന്താ കണ്ടു നോക്കാം. കാട്ടാളൻ. ഷെരീഫ് മുഹമ്മദ്. ഓക്കെ, എഡിറ്റർ വേറെ രണ്ടോരാളില്ല. ഷെരീഫ് ഇല്ല, സോറി, സമീർ മുഹമ്മദ്. ഇത് സമീർ മുഹമ്മദ് എഡിറ്റർ. മെയ് 2026 റിലീസ്. ഓക്കെ, മെയ് 2000, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇപ്പോൾ ഫെബ്രുവരി അല്ലേ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഇപ്പം 2-3 മാസം വെയിറ്റ് ചെയ്യണം. ഇതെന്തായാലും കാണാൻ പോകണമെന്നില്ല. കാരണം ഹനീഫ് അദനി, ഷെരീഫ് മുഹമ്മദ് കൂട്ടുകെട്ടിലുള്ള പിന്നെ പെപ്പയും കൂടി ഉള്ള പടമാണ്, വയലൻസ് പടമാണ്. അപ്പോൾ മാർക്കോനെ കടത്തി വെട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കടത്തി വെട്ടണം. കാരണം ഒരു ഫസ്റ്റ് തന്നെ ഒരു ഹൈ റേഞ്ച് പടം എടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു പടം എടുക്കുമ്പോൾ രണ്ടാമത്തെ പടത്തിൻ്റെ ലെവൽ കൂടണം, കുറയാൻ പാടില്ല. കുറഞ്ഞാൽ എൻ്റെ വർത്താനം ഇടയ്ക്കിടയ്ക്ക് വേറെ രീതിയിലൊക്കെ വന്നു. അതായത് രണ്ടാമത്തെ പടം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് കുറഞ്ഞാൽ പിന്നെ ഇയാളെ ഈ ഒരു സ്റ്റാൻഡ് പോയി. അപ്പോൾ ഇത് എന്തായാലും മാർക്കോനെ കടത്തി വെട്ടണം. ഇന്റർനാഷണൽ എന്തെല്ലാം ഇരിക്കണം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആനേൻ്റെ കൊമ്പും അങ്ങനത്തെ എന്തെല്ലോ സംഭവങ്ങളാണ് കാണിക്കുന്നത്.
ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ടീസറെ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ട്രെയിലർ ഉണ്ടാവുമല്ലോ. ട്രെയിലർ വരുമ്പോൾ നമുക്ക് അതും കൂടി നോക്കാം. ടീസറിൽ അത്രക്ക് വയലൻസ് ഒന്നും കാണിച്ചിട്ടില്ല. ചെറുതായിട്ടുള്ളൊരു സാധാരണ കത്തിക്കുത്ത് അങ്ങനത്തെ ഈ മരം കൊണ്ട് ആനിനെ തടുക്കുന്ന അങ്ങനത്തെ ഇപ്പോൾ കാണിച്ചുള്ളൂ. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവും ഇരിക്കുന്നു. അടുത്ത ടീസറിൻ്റെ ട്രെയിലർ എന്തായാലും വരുമല്ലോ. കാരണം ഇപ്പോൾ ടീസർ ട്രെയിലർ അതെന്തായാലും ഒരു പടത്തിലുണ്ടാവുമല്ലോ. അപ്പോൾ ടീസർ ട്രെയിലർ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഏകദേശം ഇതിൻ്റെ ടീസർ ഇറങ്ങിയിട്ട് ഏകദേശം 2-3 ആഴ്ചയായി. പക്ഷേ എനിക്കിപ്പോൾ ഈ മലയാള സിനിമയിൽ ഒരു ബോറടിക്കുന്ന സംഗതി എന്ന് വെച്ചാൽ ഡയലോഗിൽ ഈ ആവർത്തന വിരസത അത് വല്ലാണ്ട് ഒരു ബോറടിപ്പിക്കുന്നുണ്ട്. അതായത് ഞാൻ ഇന്നലെ എൻ്റെ ചങ്ങായിയായിട്ട് ഇങ്ങനെ അതിങ്ങനെ പറഞ്ഞ കുറച്ച് ഇങ്ങനെ നമ്മൾ ചെറിയ രീതിയിലൊരു അതിൻ്റെ പേര് വേണ്ടി ചെറിയ രീതിയിൽ വർത്താനായി. അതായത് വെച്ചാൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഇങ്ങനത്തെ എല്ലാ സിനിമയിലും അച്ഛൻ കഥാപാത്രം മരിക്കുന്നതായിട്ടാണ് ഡയലോഗിൽ കൊടുക്കുന്നത്. വേറെ ആരും മരിക്കുന്നതായിട്ടൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. പിന്നെ ഈ ഒരു ഡയലോഗ് ആരോട് ചോദിച്ചിട്ടാണ് എനിക്ക് മാത്രം തോന്നുന്ന ഒരു മുഷിപ്പായിരിക്കും ചിലപ്പോൾ. എനിക്ക് തോന്നിയാൽ എന്തായാലും പറയാൻ നിൽക്കുന്നില്ല. ആ ഡയലോഗ് കൊടുക്കുന്നതിൻ്റെ സ്ഥാനത്ത് ആ സിറ്റുവേഷനിൽ മാച്ച് ആകുന്ന രീതിയിലുള്ള വേറെ ഡയലോഗുകൾ കൊടുക്കാമല്ലോ. അതൊരു പുതുമയായിരിക്കുമല്ലോ. ഇതിപ്പോൾ എനിക്കൊരു മുഷിപ്പ് തോന്നുന്നുണ്ട്. എല്ലാ സിനിമയിലും ആരോട് ചോദിച്ചിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് പോയത്, ആരോട് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് നോക്കുമ്പോൾ എല്ലാത്തിലും ആരോട് ചോദിച്ചിട്ടാന്ന് ഡയലോഗ് കേൾക്കുമ്പോൾ അത് ഒരു റിപ്പീറ്റായിട്ട് കേൾക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത ഒരു മുഷിപ്പ് തോന്നുന്നുണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ ഡയലോഗ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് വെറൈറ്റി പിടിക്കാൻ ശ്രമിക്കുക. എന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഒന്നുകൂടി കാണാം. ഓക്കെ, ബൈ.